അസ്സലാമു വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ്. നമുക്കിത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രോൺസ് ഗ്രിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. ഇനി ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സൈത്ത് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 3-4 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കും. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്നും നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇട്ടിട്ട് ചൂടാക്കി എടുക്കാം. ചെമ്മീൻ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ലെമണിൻ്റെ ജ്യൂസ് എന്നിവ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സാക്കിയിട്ട് ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഈ മുളക് നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മാരിനേഷന് വെച്ച് കൊടുക്കൊന്നും ചെയ്യേണ്ട കേട്ടോ, ഇത് ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം മസാല വരട്ടി വെച്ചിട്ടുള്ള ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര മതി കേട്ടോ, ഇത്ര ഫ്രൈ ആയാൽ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മുട്ട ബോയിൽ ചെയ്തിട്ട് നടുവേ കീറിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മസാലയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. കുറച്ച് സമയം നമുക്ക് ഈ ചെമ്മീൻ ഇതിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീൻ്റെ ഫ്ലേവർ ഈ മസാലയിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്ന് കുറച്ച് വഴറ്റിയെടുക്കുന്നത്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഗ്രിൽ പാനിലാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ലൈസ് ബ്രെഡാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ശരിക്കും ലെവലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ശേഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പ്രോൺസ് മസാല ബ്രെഡിൻ്റെ നടുവശത്തായിട്ട് നല്ല ലെവലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു മുട്ടൻ്റെ പകുതി ഭാഗം കമഴ്ത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഈ പാനൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് സമയം ഒരു സൈഡ്, പിന്നെ കുറച്ച് സമയം മറ്റൊരു സൈഡ്, അങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇടയ്ക്കൊന്നിങ്ങനെ തുറന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറച്ച് സമയം വെച്ച് കൊടുത്തിനാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും.
ഒട്ടും ഓയിൽ ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ പാന് നോക്കിയാൽ ഇതിൽ ഒറ്റ പൊടി പരങ്ങിയിട്ടില്ല. നമുക്ക് ഇനിയും ഇതിൽ ഇതേപോലെ ചെയ്തെടുക്കാം. മസാല ഇതുപോലെ മുമ്പേ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്നാൽ കുട്ടികൾ ഇത് കഴിക്കുകയും ചെയ്യും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഗ്രിൽ പാൻ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എവിടെ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാലും നമുക്കിത് പെട്ടെന്ന് വാങ്ങിയെടുക്കാൻ പറ്റും. ഞാനിത് നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് ഒമാനിലേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ. ഇതേപോലെ ഞാൻ ഇടയ്ക്കൊക്കെ അവിടുന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒട്ടും എണ്ണമയമില്ലാത്ത സ്നാക്ക് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ്. ചെമ്മീനായതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.